ആഹാ, വലിയ പിടിപാടുള്ള ആളാണല്ലേ മോൻ. എന്നിട്ട് എന്താ അതിന്റെ ഒന്നും ഗുണം കിട്ടാതെ പോയത്? വേണ്ടെന്ന് വെച്ചിട്ടാ. ഈ സ്വത്തില് നിനക്കും അവകാശമുണ്ടല്ലോ, അത് നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തൂടെ? എനിക്ക് ക്യാഷിന് ആവശ്യമുണ്ട്. സ്വത്ത് കിട്ടിയ ആ നിമിഷം അത് വിൽക്കുമെന്ന് എനിക്കറിയാം. മണ്ടത്തരോ നീ കാണിക്കാൻ പോകുന്നത്. സ്വത്ത് വിറ്റ് കിട്ടുന്ന കാശ് മുഴുവനും ആ ശരവണം കൊണ്ടുപോകും. എന്നിട്ട് ആ പണം തീരുമ്പോ നിന്നെ ഏതെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. ഞാൻ അത്രയ്ക്ക് മണ്ടിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്താ സംശയം? നീ മണ്ടി തന്നെയാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ശരവണനെ പോലെയുള്ള ഒരുത്തിന്റെ കൂടെ പൊറുതി തുടങ്ങുമോ? നിനക്കിതല്ല, ഇതിലപ്പുറവും വരും. വഴിയാതാരാകാൻ പോകുന്നുള്ള കാര്യത്തിലേ എനിക്കൊരു സംശയവും. അങ്ങനെ ആവണമെന്ന് ചിലർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാശ് എന്റെ കയ്യിലോട്ടൊന്ന് വന്നോട്ടെ, എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നീ എങ്ങനെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല. പിന്നെ ഒരിക്കലും സഹായം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വരില്ലല്ലോ. എനിക്ക് അത്രയും സമാധാനം. ഞാൻ നശിച്ച് കാണണമെന്ന എല്ലാവരുടെയും പ്രാർത്ഥന. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. അങ്ങോട്ട് സഹായം ചോദിച്ചു വരരുതെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇങ്ങോട്ട് സഹായം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടായാലോ? അങ്ങനെ ഒരു ഗതികേട് നിങ്ങൾക്ക് ആർക്കും വരരുതെന്ന് ഞാനും പ്രാർത്ഥിക്കാം. വന്നാലും നിന്റെ മുമ്പിൽ കൈനീട്ടി ഞാൻ വരില്ലടി. നീട്ടിയാലും ഞാനൊന്നും തരാനും പോകുന്നില്ല. ഭാഗം പിരിയുന്നതോടെ എല്ലാം അവസാനിക്കും, എല്ലാ ബന്ധവും. സുഖമാണോ അമ്മായി? അമ്മായിയോ? ഏതു വകയില്? പൊന്നുമണിയുടെ അമ്മായിയല്ലേ, അപ്പൊ എന്റെ അമ്മായിയാ. നിനക്ക് എന്താ വേണ്ടത്? ആ ഭാഗം വെപ്പിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് വേണ്ടി സംസാരിക്കാനോ ആരെങ്കിലും വേണ്ടേ? അതിന് ഞാൻ വിളിച്ചതാ തങ്കച്ചിയെ. നിനക്ക് കൊള്ളാവുന്ന വേറെ ആരെയും കിട്ടിയില്ലേ സഹായത്തിന് വിളിക്കാൻ? തങ്കച്ചിക്ക് എന്താ കുഴപ്പം? തർക്കമൊന്നും വേണ്ട പൊന്നുമണി, നമുക്ക് കാര്യം നടന്നാ പോരെ. അപ്പോഴേ എപ്പോഴാ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്? അതിനു മുമ്പ് ഈ സ്ഥലമൊക്കെ ഒന്ന് അളക്കണ്ടേ? അതൊക്കെ ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. കൊടുക്കാനുള്ളത് പരമാവധി കൊടുക്കുകയും ചെയ്യും. അതില് ഒരു നാഴി മണ്ണ് കുറയില്ല. അങ്ങനെ പറ്റിക്കുന്നവരല്ല ഞങ്ങള്. മണ്ണ് മനുഷ്യന്റെ മനസ്സ് മാറ്റും. സ്വന്തം ബന്ധമൊക്കെ മണ്ണ് കാണുമ്പോ മനുഷ്യൻ മറക്കും. ഞങ്ങളുടെ മനസ്സ് മാറില്ല. മാറുമായിരുന്നെങ്കിൽ ഇവളുടെ അച്ഛൻ ദേശാടനമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ ഇവളെ വല്ല ഹോസ്റ്റലിലും കൊണ്ട് ആക്കിയാനേ ഞങ്ങള്. എന്തിനാ ഹോസ്റ്റല്? ഇവളെ നോക്കിക്കൊള്ളാന്ന് ഇവളുടെ അമ്മ വീട്ടുകാര് പറഞ്ഞതാ. ഞാനാ സമ്മതിക്കാതിരുന്നത്. എനിക്ക് ഇവള് സ്വന്തം മോളെ പോലെ തന്നെയായിരുന്നു. പക്ഷെ എന്റെ സ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇവൾക്ക് പറ്റിയില്ല. പുരാണമൊക്കെ നമുക്ക് പിന്നെ പറയാം അമ്മായി. അത് കേൾക്കാൻ മാത്രമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം. ഇപ്പൊ എനിക്കറിയേണ്ടത് ഡേറ്റാണ്. എന്ന്, എപ്പോ, എവിടെ വെച്ച് ഭാഗം നടത്താം? അതെനിക്ക് മാത്രമായിട്ട് പറയാൻ പറ്റില്ല. എന്റെ മോൻ വരണം. അവനുമായിട്ട് കൂടി ആലോചിക്കണം. തീയതി ഞാൻ ഇവളെ അറിയിക്കാം. എത്രയും പെട്ടെന്ന് വേണം. അതൊന്നും നടന്നെന്ന് വരില്ല. ഭാഗം നടക്കും. ന്യായമായി ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും. അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ബാക്കിയെല്ലാം എൻ്റെ മോൻ വന്നിട്ട് ആലോചിക്കാം. മതി. പൊന്നുമണി, നീ ഒന്ന് വന്നേ. ഹലോ. ഹലോ,
അതെ, രണ്ടും കൂടി പോന്നിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ലല്ലോ. എണക്കുരുവികളല്ലേ, അവരെന്നും ഒന്നിച്ചായിരിക്കും. സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ പരാജയപ്പെട്ട CBI ഇറക്കുന്ന സിദ്ധുവിന്റെ പുതിയ ഭീഷണി. ഇറക്കിക്കോട്ടെ. ശരത്തിന് ഒരു പേടിയില്ലേ? ഞാനെന്തിനാ പേടിക്കുന്നത്? എന്നാലും ഇത്രയും ധൈര്യം ശരത്തിനുണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ധൈര്യം ഉണ്ടോ ഇല്ലയോ അതാണ് ഇവിടുത്തെ വിഷയം. പോലീസ് അന്വേഷണം എങ്ങനെ നീങ്ങുന്നു അത് മാത്രമല്ലേ നമ്മൾ നോക്കണ്ടുള്ളൂ. അന്വേഷണം ഒരു കാരണവശാലും നമ്മളിലേക്ക് എത്തരുത്, അതാ പ്രധാനം. ഇത്തവണ പോലീസുകാരെ കാര്യമായിട്ടാ, അതാ എനിക്കൊരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ നമ്മളെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ആയിരിക്കും അത്. അതൊരിക്കലും സംഭവിക്കരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുരുങ്ങാൻ പോകുന്നേ വക്കീലായിരിക്കും. അതെപ്പോഴും ഓർമ്മ ഉണ്ടാവണം. എന്താ അമ്മേ? മോനെ, ആ തങ്കച്ചി ഇവിടെ വന്നിട്ടുണ്ടടാ. തങ്കച്ചിയോ? അവരെന്തിനാ അവിടെ വരുന്നത്? ആർക്കറിയാം. ഓ, അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അവരാണല്ലേ. അവരാ പിന്നിൽ നിന്ന് കളിക്കുന്നത്. അമ്മയ്ക്ക് പേടിയുണ്ടോ അവരെ? എന്തിന്? എനിക്കാരെയും പേടിയൊന്നുമില്ലടാ. അവരെന്ത് പറഞ്ഞാലും എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ മതി. അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. ആയിക്കോട്ടെ. തങ്കച്ചിക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടമ്മേ. അത് സാധിച്ചെടുക്കാൻ അവർ പലതും ചെയ്യും. പൊന്നുമണി എങ്ങനെയാ ഇത്രയും ധൈര്യം കാണിക്കുന്നതെന്ന് പലപ്പോഴായിട്ട് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. തങ്കച്ചി അവളുടെ ബലം. എന്തു വന്നാലും നോക്കിക്കൊള്ളാന്ന് തങ്കച്ചി ഉറപ്പ് കൊടുത്ത് കാണും. ആ ബലത്തിലാ അവള് കളിക്കുന്നത്. അവർക്ക് എന്തിനാ മോനെ നമ്മളോട് ഇത്ര ദേഷ്യം? നമ്മൾ ഇതുവരെ അവരെ ദ്രോഹിച്ചിട്ടില്ലല്ലോ. അതിൻ്റെയൊക്കെ പിന്നിൽ പല കഥകളും ഉണ്ടമ്മേ. പറയാനാണെങ്കിൽ ഒരുപാട് പറയണം. തൽക്കാലം അമ്മ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു വിഷപ്പാമ്പാണ് തങ്കച്ചി. അവരുടെ ഉദ്ദേശം ശരിയല്ല. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ. വേണ്ട. ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട. അവരെ നേരിടാൻ ഞാൻ തനിച്ചു മതി മോനെ. ശരിയമ്മേ.